നമസ്കാരം സാർ. ഈ പന്തളവും പാലക്കാടും മുനിസിപ്പാലിറ്റികളാണ് BJP-യുടെ കയ്യിലുണ്ടായിരുന്നത്. അതിലിപ്പോൾ പന്തളത്തിൽ BJP ഭരണത്തിന് അന്ത്യമായി. അവിടെ അംഗങ്ങൾ തമ്മിൽ കൂട്ടയടി നടന്നു. BJP ഭരണം പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇനി പാലക്കാടാണുള്ളത്. പാലക്കാട് എന്താണ് അവസ്ഥയെന്ന് നമുക്ക് വരും തിരഞ്ഞെടുപ്പുകളിൽ അറിയാൻ കഴിയും എന്നുള്ളതാണ്. ഈ BJP കേരളത്തിൽ എങ്ങനെ അധികാരം പിടിക്കാതിരിക്കാം എന്നതിനെക്കുറിച്ചാണ് അവരിങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. നമ്മൾ ഈ കേരളത്തിലെ BJP രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ, അടുത്ത കാലത്ത് പരിശോധിക്കുമ്പോൾ, ഒരു കാലത്ത് BJP-ക്കും BJP-യുടെ പൂർവ്വ സംഘടനയായ ഭാരതീയ ജനസംഘത്തിനും അധികാരം കിട്ടത്തില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. വർധനമേറ്റും ഒരു പ്രത്യയശാസ്ത്രം പുതിയതായി കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാനുമൊക്കെ വേണ്ടി മെനക്കെട്ടെന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ മെനക്കേടല്ല. ഇപ്പം ഇടതുപക്ഷ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ രക്തസാക്ഷികളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ശരിയാണ്, അവർക്ക് ഒത്തിരി രക്തസാക്ഷികളുണ്ട്, നമുക്കറിയാം, ഒത്തിരി പേര് ബുദ്ധിമുട്ട്. പക്ഷേ ഇത് അതുപോലല്ല. ഇത് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പ്രത്യയശാസ്ത്രം നട്ടുവളർത്തി ഏകാത്മക മാനവവാദം അടക്കമുള്ള പ്രത്യയശാസ്ത്ര പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയ ഒത്തിരി പേരുണ്ടായിരുന്നു. അന്ന് അധികാരം എന്നതൊരു വിഷയമായിരുന്നില്ല. അധികാരത്തിൽ ഉടനെ വരുമെന്ന് യാതൊരു പ്രതീക്ഷയും അവർക്കാർക്കും ഇല്ലായിരുന്നു. കാരണം പ്രവർത്തിക്കാൻ തന്നെ സ്ഥലമില്ല, മീറ്റിംഗ് നടത്താൻ സ്ഥലങ്ങളില്ല, ജനങ്ങൾ കുറവാണ് പൊതുവെ പിന്തുണയ്ക്കുന്നവർ. ഈ ആശയഗതി ഒന്ന് പച്ചപിടിപ്പിക്കാൻ മെനക്കെട്ട് അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ലല്ലോ. കേന്ദ്രത്തിൽ അധികാരം കിട്ടി, BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറി. ഇതൊക്കെ വന്നു കഴിഞ്ഞ അവസരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതിനനുസൃതമായിട്ട് പാർട്ടിക്കൊരു വളർച്ചയുണ്ടായി, BJP-ക്ക് ഒരു വളർച്ചയുണ്ടായി, കേരളത്തിലും വളർച്ചയുണ്ടായി. ഇതാണ് സത്യം. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഈ അധികാരം എങ്ങനെ സീറ്റുകൾ കിട്ടാതിരിക്കാനെന്നുള്ള കാര്യത്തിലൊരു ഗവേഷണം തന്നെ നടത്തുന്നുണ്ടോ എന്ന് വേണം നമ്മൾ BJP-ക്കാർ ചെയ്യുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞ ഈ പന്തളം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. പന്തളം മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്നതിന് തന്നെ ഒരു വലിയ പശ്ചാത്തലമുണ്ട്, അത് നമുക്കറിയാം. കാരണം ഈ പന്തളത്ത് പൊതുവേ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും നല്ലപോലെ വേരോട്ടമുള്ള സ്ഥലമാണ്. കോൺഗ്രസ് ഇടതുപക്ഷമാണ് ദീർഘകാലം ഭരിച്ചിരുന്നത്. കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്, പഞ്ചായത്തായിരുന്ന അവസരത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അല്ലാതെ BJP-ക്ക് അത്രയേറെ ശക്തി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഈ ശബരിമല പ്രക്ഷോഭണത്തോടനുബന്ധിച്ച് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ സ്ത്രീകളുടെ ഒരു വലിയ പ്രക്ഷോഭം നടന്നത് പന്തളത്താണ്. ആ പന്തളത്തെ പ്രക്ഷോഭത്തിൽ നിന്നാണ് പിന്നീട് ആ പ്രക്ഷോഭം പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതും വളർന്നതും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പശ്ചാത്തലമാക്കി എടുത്തുകൊണ്ടാണ് ഒരു വൈകാരികമായ ഒരു ചിന്താഗതി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് വൈകാരികമായ ഒരു ചിന്താഗതി ഒരു വലിയ സമൂഹത്തിനിടയിൽ, അത് ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തിനിടയിൽ മാത്രമല്ല, ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ, അല്ലെങ്കിൽ ചുരുക്കം ചില മുസ്ലിങ്ങൾ അടക്കമുള്ളവർ, ഇങ്ങനെയുള്ളവർ പോലും അതിന് അനുകൂലമായ വിധത്തിലൊക്കെ ചിന്തിച്ചിരുന്നു. സാമുദായിക അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പന്തളത്ത് ഒരു മുനിസിപ്പൽ ഭരണം BJP-ക്ക് കിട്ടിയത്. BJP-ക്ക് ഭരണം കിട്ടിയെന്ന് പറഞ്ഞാൽ 33 അംഗങ്ങളുള്ള ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നത്. അതിൽ 18 സീറ്റാണ് BJP-ക്ക് കിട്ടിയത്. 18 സീറ്റ് BJP-ക്ക് കിട്ടി. അതിൽ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും അറിയാം, ഒന്ന് പാർട്ടി BJP-ക്കാർ പ്രതീക്ഷിക്കാതിരുന്ന സ്ഥലങ്ങളിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് പന്തളത്തെ ചില കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തെപ്പറ്റി കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ പോലും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളീ പറഞ്ഞതുപോലെ 2 മുനിസിപ്പാലിറ്റിയാണ് കിട്ടിയത്. അതിൽ മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായി കിട്ടുന്ന മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ പഞ്ചായത്ത് ഇപ്പം മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സംവരണ മണ്ഡലമല്ല. ചെയർപേഴ്സൺ അല്ല, പന്തളത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അങ്ങനെ റിസർവ് ചെയ്തിട്ടുള്ളതല്ല. പക്ഷേ എങ്കിലും ഒരു ദളിത് വനിതയെ ആദ്യം ഒരു മറ്റ് സമുദായത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ ചെയർമാനാക്കാൻ ആദ്യം ഉദ്ദേശിച്ചു. പിന്നീട് കുറെ കൂടി ഫലപ്രദമാകുമെന്ന് കരുതിയാണ് എനിക്ക് തോന്നുന്ന അധ്യാപിക കൂടിയായിരുന്നു തോന്നുന്നു ഒരു സ്ത്രീ. അല്ല, രമ്യ ഉപാധ്യക്ഷ സുശീല സന്തോഷ് എന്നാണ് ഈ പേര്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ആ സെലക്ഷൻ തെറ്റിപ്പോയി എന്ന് ആദ്യം തൊട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. BJP-ക്ക് ആ സെലക്ഷൻ തെറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ സഹപ്രവർത്തകരെ കൂടി ആലോചിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവില്ലായ്മ, ഇതെല്ലാം വളരെ. പക്ഷേ അത് പരിഹരിച്ചു കൊടുക്കാൻ ഇടപെടേണ്ട വിധത്തിൽ പാർട്ടി നേതൃത്വം അവിടെ ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നില്ല. അവിടെ ഇപ്പോൾ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്, നേരത്തെ വന്നിരുന്നതാണ്. അവരിപ്പം
രാജിവെച്ചതോടുകൂടി പിന്നെ മറ്റ് പാർട്ടിയിലുള്ളവർ കോൺഗ്രസ്സുകാരും പിന്നെ CPM-കാരും ഒക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതിങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് കണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഈ പിന്നെ നഗരസഭാ അധ്യക്ഷയായിരുന്ന സ്ത്രീയും വേറൊരാളുമായിട്ട് നഗരസഭാ ഹാളിൽ നടന്ന പിന്നെ അത് BJP-യിൽ തന്നെയുള്ള BJP-യിലുള്ള ഒരു പിന്നെ കൗൺസിലറുമായിട്ട് തന്നെ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അധിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മര്യാദയുടെയും സഭ്യതയുടെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഇത് നടക്കുന്ന ഇങ്ങനെ അത് സത്യമാണ്. ഈ സംഭവം സത്യമാണെന്ന് അവിടുത്തെ പിന്നെ ജീവനക്കാരടക്കമുള്ളവർ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് അവിടെ നടന്നത്, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചിട്ടും അത് പിന്നെ ഈ വിമതരായി നിൽക്കുന്ന അതിലൊരാളാണ് ഇങ്ങനെ നിൽക്കുന്നത്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ലെന്നുള്ളതുകൊണ്ട് അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ കഴിഞ്ഞ ദിവസം അധ്യക്ഷയും ഉപാധ്യക്ഷയും ഒക്കെ രാജിവെച്ചത്. ഞാൻ പറഞ്ഞത് പന്തളത്തെ പോലൊരു പ്രദേശത്ത് ഒരു വലിയ സപ്പോർട്ടോടുകൂടി പിന്നെ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ സപ്പോർട്ടോടുകൂടി, പൊതുസമൂഹം എന്ന് ഞാൻ പറഞ്ഞത് വെറും പാർട്ടിക്കാർ മാത്രമല്ല അല്ലെങ്കിൽ ചിന്താഗതിക്കാർ മാത്രമല്ലാത്തവരുടെ വലിയ പിന്തുണയോടുകൂടി വന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഒരു ദുരന്തമായിട്ട് പര്യവസാനിച്ചത് എന്ന് പറയാം. അപ്പം നമ്മളത് പിന്നെ ഒരു ചെറിയ കാര്യമായിട്ട് കാണണ്ടല്ലോ. ഇവിടെ പറഞ്ഞതുപോലെ മാഡം പറഞ്ഞതുപോലെ തന്നെ പിന്നെ പാലക്കാട്ടെ സ്ഥിതി നമുക്കറിയാൻ വയ്യാത്ത ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൗൺസിലർമാർ ചേരി മാറുന്നെന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് മുനിസിപ്പാലിറ്റി എന്ന് മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ശ്രദ്ധിക്കുമ്പോഴും കേരളത്തിലെ കഴിഞ്ഞ 1-2 പൊതു തിരഞ്ഞെടുപ്പുകൾ അടക്കമുള്ള നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ അടക്കമുള്ളവർ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഈ എങ്ങനെ പരാജയപ്പെടാം എന്നതിൽ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഈ BJP-യുടെ നേതൃത്വം ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിച്ചു കൊണ്ടുപോകേണ്ടത് നേതൃത്വമാണല്ലോ. ഇപ്പോൾ പാലക്കാടും അത്തരം ഒരു സ്ഥിതിയാണ് ഉണ്ടായതെന്ന് അണികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടാത്തതാണോ BJP ഇങ്ങനെ ഇപ്പോൾ 2 മുനിസിപ്പാലിറ്റികൾ കിട്ടിയെന്നത് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതെങ്ങനെ നിലനിർത്താം എന്നുകൂടി എന്നുകൂടി അവർ പഠിച്ചത് മനസ്സിലാക്കി നിലനിർത്തേണ്ടതും കൂടിയാണ്. പക്ഷെ അത് നിലനിർത്താൻ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് വേണം കരുതാൻ. കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടാകും, പക്ഷേ വേണ്ട വിധത്തിലുള്ള ശരിയായ നിലപാടുകൾ എടുക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഞാനിപ്പം സന്ദീപ് വാര്യർ പിന്നെ BJP-യിൽ നിന്ന് പുറത്തുപോയി. ഒരു കാരണവശാലും ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ നമുക്ക് ഒരുപാട് ചിന്താധാരകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ജനാധിപത്യത്തിൽ ഒരാൾ പാർട്ടി മാറുന്നതിൽ തെറ്റൊന്നുമില്ല. ചിന്താഗതികൾ മനുഷ്യൻ്റെ മാറുകയും ചെയ്യും. അഭിപ്രായം ഇരുമ്പിലൊക്കെ അല്ല എന്ന അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്, എനിക്കുള്ളത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ്. അഭിപ്രായം മാറാം, ചിന്തയനുസരിച്ച് മാറാം, ഇതനുസരിച്ച് മാറാം. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയാണല്ലോ കോൺഗ്രസിൽ നിന്ന് ഓരോരുത്തരും വിട്ടുപോയത്. ഇടതുപക്ഷം ഉണ്ടായത്, സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ടായത്, മറ്റ് ചിന്താഗതിക്കാരുണ്ടായത്, അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേ ചില കൃത്യമായ ചിന്താധാരകളുണ്ട് മനുഷ്യന് മാറ്റിവെക്കാൻ കഴിയാത്ത, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് മാറാൻ കഴിയാത്ത ഒരു പിന്നെ കൃത്യമായ അത്തരത്തിൽ പെട്ടെന്നാണ് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്രവും വിശ്വാസവും എന്ന് പറയുന്നത്. പിന്നെ അത് 1925 100 വർഷങ്ങൾക്കപ്പുറത്ത് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. അത് ഒരു സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ എന്താ പറയുക പുനരുദ്ധാരണമെന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ നന്നായി നയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ കൃത്യമായൊരു ചിന്താ പദ്ധതിയുണ്ട് രാഷ്ട്രീയ സ്വയം സേവകത്തെ സംബന്ധിച്ചിടത്തോളം. ആ ചിന്താ പദ്ധതി ഉൾക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ സജീവമായി പ്രവർത്തിച്ചിരുന്നവരാണ് രാഷ്ട്രീയ. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് മാറുക എന്ന് പറയുമ്പോൾ അത് ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ മാത്രം കുഴപ്പമല്ല, അവർ നടത്തിയ ചർച്ചയുടെയോ അല്ലെങ്കിൽ അവർ നടത്താതെ ഇരുന്ന കാര്യങ്ങളുടെയോ മാത്രം കൊണ്ട് കുഴപ്പമല്ല. അത് ആ വ്യക്തിയുടെ മോശം സ്വഭാവത്തിൻ്റെ കൂടെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത് പറ്റില്ല. ഇപ്പോൾ ഒരു ഗാന്ധിയൻ, കൃത്യമായൊരു ഗാന്ധി, ഇപ്പോൾ കോൺഗ്രസ്സുകാർ മാറുന്നു എന്ന് പറയുന്നതിൽ കഥയില്ല. അവർ ഗാന്ധിയന്മാരല്ലല്ലോ ബേസിക്കലി. ഇപ്പോൾ KV തോമസിനെ പോലെയുള്ള ഒരാൾ ഒരു ജീവിതം മുഴുവന് പിന്നെ MLA ആയിട്ട്, മന്ത്രിയായിട്ട്, MP ആയിട്ടും ഒക്കെ ഇരുന്ന് കഴിഞ്ഞ ശേഷം ഒരു നിമിഷം അതിൻ്റെ ആ സൗകര്യങ്ങൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഉളുപ്പില്ലാതെ മാറാൻ കഴിയും. അങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടിക്കാരന് പറയാൻ കഴിയും. എന്നാൽ ഒരു ഉറച്ച ഗാന്ധിയൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ഗാന്ധിയൻ ചിന്താഗതി എങ്ങനെ മാറ്റി വെക്കാൻ കഴിയുന്നത്? അത് അങ്ങനെ മാറ്റി. ഇപ്പം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ സിദ്ധാന്തം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിന് നേരെ എതിരായ ഒരു ചിന്താഗതിയിൽ പ്രവർത്തിച്ച ആൾ, ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളെന്നല്ല പറയുന്നത്, ചിന്താഗതിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് എങ്ങനെയാണ് അപ്പം അവർ ആ ഒരു അധികാരത്തിൽ വേണ്ടിയാണ് പോയെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ സത്യത്തിൽ പറഞ്ഞ ഒരു അസ്ഥിക്ക് പിടിച്ച വികാരമാണ്.
RSS വികാരം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ നിരവധി എത്രയോ സംഘപ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ സന്ദീപ് വാര്യരുമായിട്ടും യാദൃശ്യമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവണ സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് നാൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിന് കോഴഞ്ചേരി വന്ന അവസരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അത് വെറും ഒരു ഭാവമായിട്ടല്ല നമുക്ക് തോന്നിയത്, രീതിയിലാണ് തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, സ്റ്റേജിൽ സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത് എന്തൊക്കെ പറഞ്ഞ് മാറുമ്പോൾ നമ്മൾ അതൊരു അധമമായ ചിന്താഗതി എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അത് എങ്ങനെയാണ് ഈ ചിന്തിക്കുക, അങ്ങനെ മാറാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് എത്ര ചിന്തിച്ചാൽ അതിൻ്റെ പിന്നിൽ ഈ തികഞ്ഞ സ്വാർത്ഥലാഭം, അത് ഈ പണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അല്ല. അദ്ദേഹം പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഒരു ദിവസം അങ്ങ് ചാടിക്കയറിയെന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നമുക്കെന്ന് ഞാൻ പറയുന്നത് ആർക്കും കഴിയത്തില്ല, അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് സ്നേഹത്തിൻ്റെ കട, ഈ വെറുപ്പിൻ്റെ കടയിൽ നിന്ന് അദ്ദേഹം നേരെ പെട്ടെന്ന് അങ്ങ് മാറി സ്നേഹത്തിൻ്റെ കടയിലോട്ട് വന്നെന്ന് പറഞ്ഞാൽ അതങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷേ പിന്നെ ഇത് പറയുമ്പോഴും കൃത്യമായിട്ട് പിന്നെ നമുക്ക് എല്ലാവരെയും കൂടെ നിർത്താനുള്ള ഒരു മികവ് നേതൃത്വമാണ് പ്രകടിപ്പിക്കുന്നത്. എല്ലാവരെയും കൂടെ നിർത്താനുള്ള ഒരു മികവ് പ്രകടിപ്പിക്കേണ്ട നേതൃത്വമാണ് എന്നുള്ളതാണ്. നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതാണ് സന്ദീപ് വാര്യരുടെ കാര്യത്തിലും പാലക്കാടും പന്തളത്തും സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ യാതൊരു വിധമായ കുഴപ്പമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ 2 തവണ എങ്കിലും നിർത്തിയെങ്കിൽ മാത്രമല്ലേ, അടുപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമല്ലേ അവർക്കൊരു ബേസ് ഉണ്ടാക്കി വിജയിക്കാൻ കഴിയും. അതിന് ഉദാഹരണം ഇപ്പോൾ തന്നെ പിന്നെ ഈ സ്മൃതി ഇറാനി അല്ലെ, പിന്നെ അവരവിടെ താമസിച്ചിട്ട് ഇത്തവണ പരാജയപ്പെട്ടു പോയി അതല്ലേ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ തവണ അതിന് ഒരു തവണ പരാജയപ്പെട്ടിട്ട് അവിടെ നിന്ന് മത്സരിച്ച് ആ നാട്ടിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചാണ് കേരളത്തിലും അതിന് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇതിനകത്തെ ഉൾപ്പിരിവുകളെ പറ്റിയോ പക്ഷങ്ങളെ പറ്റിയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പിന്നെ മത്സരിച്ചിടത്തൊക്കെ ഗണ്യമായ വിധത്തിലോട്ട് വർദ്ധിപ്പിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ബാറ്റിങ്ങിലായാലും പിന്നെ ആലപ്പുഴയിലും. ബേസിക്കലി അടിസ്ഥാനപരമായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ഒരു അടിത്തറ ഇളകിയെന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ആറ്റിങ്ങലിൽ എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായിട്ട് ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും ഈ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് വർദ്ധിപ്പിച്ചാണ്. അതുകൊണ്ട് അവർ നയം തന്നെ മാറ്റിയിരിക്കുന്നു. എങ്ങനെ മാറ്റിയിരിക്കുന്നു? ഒരു കൂട്ടമായി ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടെന്ന് പറയുന്നത് ഇപ്പം പിന്നെ അവരുടെ വോട്ട് ബാങ്കിലാണ് വിള്ളലുണ്ടായതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, CPM മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നയം തന്നെ മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്? പിന്നെ മതന്യൂനപക്ഷത്തെ സംഘടിതമായി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം. മുസ്ലിം ലീഗ് മത്സരിക്കുന്നതിന് പുറത്ത് സംഘടിതമായിട്ട് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ടും മതന്യൂനപക്ഷം, മുസ്ലിങ്ങളടങ്ങുന്ന മതന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും. പക്ഷേ അതിന് പുറത്തുള്ള മണ്ഡലത്തിൽ തീരെ കുറഞ്ഞ വോട്ട് മാത്രമേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പിന്നെ മറ്റു പാർട്ടികൾക്ക് ലഭിച്ചത്. അത് മൊത്തമായി CPMനായിരുന്നു കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കിട്ടിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കത് കൃത്യമായിട്ട് അറിയാമല്ലോ. നമ്മളിപ്പോൾ SDP എന്നോ ജമാഅത്തെ എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു സമൂഹത്തെ മുഴുവൻ പിന്നെ പോളറൈസ് ചെയ്ത് കൂടെ നിർത്തിയിട്ട് അവരിപ്പോൾ പറയുന്നത് അവരാണ് നിശ്ചയിക്കുന്നതെന്നാണ്. ഇടതുപക്ഷത്തിന് കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നതും പിന്നെ കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ മുഴുവൻ വിജയിപ്പിച്ചതും അങ്ങനെയാണ് എന്ന് അവർ പരസ്യമായിട്ട് അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പന്തളത്തെ കാര്യം പറഞ്ഞല്ലോ. പന്തളത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പന്തളത്തെ സ്ഥിതികൾ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറേ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാൽ അടുത്ത തവണ BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു കൃത്യമായ സംവിധാനം അവിടെ ഈ ന്യൂനപക്ഷ പോക്കറ്റുകളിൽ തന്നെ കൃത്യമായി ചെയ്തിരിക്കുന്നു. ഒരു കാരണവശാലും BJP സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ, ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, പിന്നെ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ജയിക്കാൻ വേണ്ട അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതിലേറെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. അതൊന്ന് ഈ ഭരണത്തിൽ ഉണ്ടായ അപാകതകളാണ് ബേസിക്കായ പ്രശ്നം. അതോടൊപ്പം പിന്നെ നമ്മുടെ കേരളത്തിൽ മൊത്തമായിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടെ കണക്കിലെടുത്തുകൊണ്ടും അങ്ങനെയാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ വോട്ട് വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ ഇവരുടെ വോട്ട് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാവുന്ന വിധത്തിലേ അല്ലിത്. ഇത് വളരെ സംഘടിതമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊരു പരിധിവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അവരിപ്പോൾ തിരിച്ച് അവരുടെ വോട്ട് ബാങ്കുകളിലേക്ക് പോകാൻ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? അവരിപ്പോൾ
പിന്നെ എന്താ പറയുന്നത് അവരുടെ പ്രസ്താവനകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ആവത്താണ് എന്നൊക്കെ പറയുമ്പോൾ ആ ന്യൂനപക്ഷ വർഗീയതയെ ചേർത്ത് വെച്ച് മാത്രം വോട്ട് വാങ്ങി ജയിച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ചെറിയ സ്ഫുരണങ്ങളാണ് ഈ നമ്മളിപ്പോൾ പന്തളം. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതുപോലെ ഈ അധികാരം കിട്ടിയ സ്ഥലത്ത് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയൊക്കെ ഈ പരസ്പരമുള്ള പോലെ അതിഭീകരമായ വിധത്തിൽ വർദ്ധിച്ചു വരുന്നു. നേതാക്കന്മാർ തമ്മിലുള്ള ഒരു ചേർച്ചയില്ലായ്മയാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ എങ്ങനെ ആയാലും ഇല്ലെങ്കിലും ജനത്തിൻ്റെ ഇമ്പ്രഷനാണല്ലോ പ്രശ്നം. ജനം അങ്ങനെ കരുതുന്നു, എങ്ങനെയാണ് എന്ന് കരുതുന്നു. അപ്പോൾ ആ കരുതലിൽ മാറ്റിയില്ലെങ്കിൽ കേരളം ഇടത് വലത് മുന്നണികൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലത്തൊരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ജനതയെ നിരാശപ്പെടുത്തുകയും ചെയ്യും. വളരെ വ്യക്തമാണ്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ.